ഹായ് ഓൾ, നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചട്നിയാണ്. നമുക്കതിനായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി, 1-2 തക്കാളി എടുക്കാം. അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 തക്കാളിയാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ 1-2 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും. വലിയ പച്ചമുളകാണ് കേട്ടോ. ചെറിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുത്തോളുക. പിന്നെ താളിക്കാനായിട്ട് ആവശ്യമായിട്ട് കറിവേപ്പിലയും വറ്റൽമുളകും. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നോർമലി ദോശ ഉണ്ടാക്കുമ്പോൾ ആക്കാറുള്ളത് തേങ്ങാ ചട്നിയാണ്. പച്ചമുളകും ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം 2 ദിവസം മുമ്പ് ഞാൻ ദോശ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഒരു തക്കാളി ചട്നി ട്രൈ ചെയ്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദോശയുടെ കൂടെ തേങ്ങാ ചട്നി മാത്രം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് തക്കാളി ചട്നിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചമുളക് ഒന്ന് മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുക. ദോശയുടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ് ഈ തക്കാളി ചട്നി. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. അപ്പം തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. തക്കാളി നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ തക്കാളി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ഗൈസ്.